ചേട്ടൻ ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞപ്പോ ഫസ്റ്റ് എന്തായിരുന്നു ആ ഒരു ആദ്യത്തെ റെസ്പോൺസ്? അത് പറയാൻ ബുദ്ധിമുട്ടാണ്. He was like on one corner, I was in one corner, and I messaged him that I love you. So he was jumping and all that. Nobody else knows him. That is called Premam Palam now. ഒരു ഹിന്റും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ? No, I think I was a little dumb. നിവിന്റെയും കിച്ചുവിനൊക്കെ ശല്യം ഭയങ്കരമായിരുന്നു. So they used to come and laugh, smile always. ആവേശത്തിലെ രംഗനയുടെ മറ്റേത് മേരാ ഫേവറേറ്റ് ഗ്രീൻ ഗാഡി എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളർ വണ്ടിയുണ്ടല്ലോ, അത് എവിടെ നിന്നാണ് ചേച്ചി തപ്പിയത്? So we painted it. It was not green, and there were two vehicles always on, two Koalas that was on set always, and the one which burnt in the end was the third one, which only got the body painted green and burnt it. അപ്പൊ ഈ സെറ്റ് കത്തിക്കുന്ന സംഭവം എങ്ങനെയാണ്? ഫസ്റ്റ് ആ ഒരു പ്ലേസ് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കാണും മൊത്തം ആ സ്ഥലം ഇങ്ങനെ കത്തിയിട്ടാണ് കാണുന്നത്. Yeah, we keep extra props of everything that has to be burnt. We keep extra, but mostly the fire is controlled, so it doesn't fully burn the things. It will not fully go on the props. അങ്ങനെയാണ് കത്തിക്കുന്നത്. അല്ല നിങ്ങള് ചൂട്ട് മറ്റേ ചവറ് കത്തിക്കണ പോലെയിട്ട് കത്തിക്കല്ലേ. She want to hear something from you about her. Please tell that. അങ്ങനെ. Okay, we all know Ashwini Kale as a production designer. Only you can speak about the wife in her. ഭയങ്കര ഇന്റൻസ് ഇന്റർവ്യൂ. ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. Let's talk about the fights. വീട്ടിൽ ഏറ്റവും കൃത്യനിഷ്ഠത ഉള്ളത് ആർക്കാ? Yes. Me. No. It's me. What? No, it's I am the most punctual one. You were late today. എനിക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നമാണ്. ചേട്ടന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ശബരീഷ്. I was going to say himself. But it's nice at home. Suddenly he'll get in the mood. He'll take his cajon. He'll sit on it. He'll play. He'll sing. Suddenly, out of the blue, he'll start doing that. It's nice. I'll just sit and watch. It's like entertainment happening for me. പ്രേമം ഷൂട്ട് ചെയ്യുമ്പോൾ but we know each other since 9 years. 9 years you're together. How did you survive? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ആലുവ പുഴയുടെ തീരത്ത് വെച്ചിട്ട് ആരോരുമില്ല നേരത്തെ ചേട്ടന്റെ മനസ്സിൽ തന്നനം തന്നെ തേടി വന്നൊരു മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായ. Hi, hello everybody. Welcome to Django Space and you're watching our show On Air with Meenakshi. So, ഇന്ന് ഓൺ എയറിൽ ഒരു കപ്പിൾ ഇന്റർവ്യൂ ആണ്. അതൊരു സാധാരണ കപ്പിൾ ഇന്റർവ്യൂ അല്ല, ഒരു സക്സസ്ഫുൾ കപ്പിളിന്റെ കപ്പിൾ ഇന്റർവ്യൂ. അതായത് ഒരാൾ ഇവിടെ ആവേശത്തിന്റെ സക്സസിൽ ഇങ്ങനെ നിറങ്ങി നിൽക്കുമ്പോൾ മറ്റേയാൾ ടർബോന്റെ സക്സസിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ്. അപ്പം ഇന്റർവ്യൂയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ശബരീഷ് ഏട്ടനെയും ആൻഡ് അശ്വിനി കാലെ. Thank you. വെൽക്കം. Thank you. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരും സക്സസിന്റെ ഇതിൽ നിൽക്കുകയാണ്, ഒരാൾ സക്സസിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് നമ്മുടെ ജാങ്കോ സ്പേസിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി വന്നതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ ലൈക്ക് വളരെ റീസെന്റ് ആണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ച് വരുന്നത്. അതായത് ആവശ്യമൊക്കെ ഇറങ്ങിയതിന് ഇങ്ങനെ ശേഷം വളരെ റീസെന്റ് ആണ് പ്രൊഡക്ഷൻ ഡിസൈൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ആർട്ട് ഡയറക്ടർ എന്നാണ് പഴയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 5 വർഷമായിരുന്നു, മേ ബി 5 years almost ആണല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഈ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന്. പക്ഷെ അത് എപ്പോഴും അതിന് ഉത്തരം കൊടുത്തിട്ട് അശ്വിൻ ചേച്ചി മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കത് ശബരീഷ് ചേട്ടനോട് ചോദിക്കാം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ യു കെൻ ജസ്റ്റ് ഗിവ് ഹിം എ പോക്ക്. Sure. Done. Come on. പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ മൊത്തമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരാൾ. ആ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്ന, സെറ്റിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ അല്ലേ? Correct. Almost correct. Almost means what? No, it's correct only. Not almost. Correct. It's correct. So basically, production designer will work hands in hand with the costume designer, the DOP, and get the look of the film right, like what he said. And art direction will come under the production designer, where they will do the set designing of the entire film. Oh.
അപ്പം ഈ ഒരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുന്നത് Yeah, പ്രൊഡക്ഷൻ yes, yes, ഡിസൈനർ ആണ്. correct. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചതാണ്, നിങ്ങൾ അത് മറന്നു ചോദിക്കുന്നതിന് മുമ്പ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല, അത്രയ്ക്ക് വേണ്ടി ചെയ്തത്. എന്തായാലും നമ്മൾ കൊടുത്തിരിക്കുന്ന ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സ്വന്തം ഇതൊരു ടാസ്ക് ഇതൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സർട്ടിഫിക്കറ്റ് പാസ്സായി കിട്ടിയാൽ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് സത്യം പറഞ്ഞാൽ +2 സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുള്ളൂ. അതിനുശേഷം ബികോം ഒക്കെ പഠിച്ചായിരുന്നു, സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞൂടാ. പക്ഷെ പേപ്പറുകളെല്ലാം പാസ്സാ, ബികോം ഫസ്റ്റ് ക്ലാസ്സാ. ആണോ? പിന്നെ ഞാനും മറ്റേ ഇദ്ദേഹവും ബികോം ഫസ്റ്റ് ക്ലാസ്സാ. അതൊന്ന് പോയിട്ട് ചേട്ടന് ഇനി ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുക്കണം, ഒരു ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരന്റെ വേദന എന്നല്ലേ. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പടം കാണുമ്പം ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് ലൈക് പ്രഥമ ദൃഷ്ടിയാലെ ലൈക് ദ ഫസ്റ്റ് സൈറ്റ്, മലയാളം ഒന്നും അറിയില്ലേ? അത്ര നോട്ട് സോ മച്ച് ഇൻ ഡീറ്റെയിൽ, ബേസിക് ദാറ്റ് ഈസ് ഓൾ ടു മച്ച്. പ്രഥമ ദൃഷ്ടി മീൻസ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ക്രോസ് ആയിട്ട് ലൈക്ക് യു ലുക്ഡ് ഇൻ ടു ദി ആക്ടിങ് ഓർ ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ ഓർ ദ മ്യൂസിക്, അങ്ങനെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലൈക്ക് ശ്രദ്ധിക്കാറുണ്ടോ? Eventually I go there, but first is visual for me always. Yeah, after that then I'll look at the other parts of it. നോക്കാറുള്ളൂ അല്ലേ? ഓൾറൈറ്റ്. ഇപ്പം വൈഫിന്റെ ഏതെങ്കിലും ഒരു വർക്ക് കണ്ടിട്ട് ചേട്ടൻ ഭയങ്കര അമേസ്ഡ് ആയി ഉള്ള ഏതെങ്കിലും ആവേശമായിരുന്നു പിന്നെ ലൈക്ക് ഏതെങ്കിലും ഒരു ലൈക്ക് പെർട്ടിക്കുലർ ഇതെങ്ങനെ ഒപ്പിച്ചു എന്നൊരു സാധനം തോന്നിയിട്ടുണ്ടോ ചേട്ടന്? എല്ലാ ഏരിയാസും ഗംഭീരമല്ലേ, പിന്നെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എല്ലാ ഇതും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മയൂരി ബാർ ആണെങ്കിലും എല്ലാം, അല്ലാതെ രംഗണ്ണൻ്റെ വീടാണെങ്കിലും ആ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും എല്ലാ ഏരിയാസും, ആ പടത്തിൻ്റെ എല്ലാ ഏരിയാസും ടെക്നിക്കലി ഭയങ്കര രസമാണ്. മയൂരി ബാർ വാസ് യുവർ ഫേവറേറ്റ്? അപ്പം മയൂരി ബാറിലല്ലേ ഭൂരിഭാഗം കഥ നടക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞേ ആ ഏരിയ പെട്ടെന്നായിട്ട് പറയാൻ ഏറ്റവും ഓർത്തിരിക്കുന്ന ഇത് മയൂരി ബാറിലാണല്ലോ ഏറ്റവും കൂടുതൽ. ഹൗ മെനി ഡേയ്സ്? മേ ബി മോർ ദാൻ 50 days മയൂരി ബാറിനു shoot. No 10 to 12 days. Oh, that's it. Yeah. Oh, നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാണോ? Yes, we only talk in English. At home also with his parents and all also English. It's all only English. ചേട്ടൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഇമോഷൻസ് അങ്ങോട്ട് എക്സ്ട്രീമിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് മാതൃഭാഷയിലേക്ക് സ്വിച്ച് ചെയ്യാൻ അങ്ങനെ ഒരു ഇത് ചേട്ടന് തോന്നാറുണ്ടോ? അപ്പൊ ഇംഗ്ലീഷ് മാതൃഭാഷ പോലെ ആയി since last 9 years. എഴുത്തിലേക്ക് വരുമ്പോ ഇപ്പൊ ഇംഗ്ലീഷിൽ പാട്ട് എഴുതാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ കംഫർട്ടബിൾ മലയാളം തന്നെയാണ് എഴുതാൻ വരുമ്പോൾ. ഇപ്പം ചേച്ചിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് പരിപാടികളല്ലാതെ ഇതിനു മുമ്പ് ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് സിനിമയിലെ ചെറിയ ചെറിയ സീനുകൾ അല്ലെ, ബാംഗ്ലൂർ ഡേയ്സിലായാലും നിങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത പ്രേമത്തിലായാലും ചേച്ചി ചെയ്തിരുന്നത്. അപ്പൊ ആ സീനിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ 2 സീനിലും ഒരു കോമൺ സംഭവം ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആറ്റിറ്റ്യൂഡ് ഗേൾ ആണ്. Guys try to hit on her. What? Who are you? I don't know why they just keep giving me these kind of roles. Or maybe അതെല്ലാം പെട്ടെന്ന് സംഭവിച്ചില്ല. ബാംഗ്ലൂർ ഡേയ്സ് ആൻഡ് പ്രേമം ഓൾസോ അൽഫോൺസ് might have asked you immediately that shooting that scene. Yeah. They just came to me only directly without asking anyone for that. But for Pookalam they casted you. Yeah, they properly casted me. Yes. പൂക്കാലം പടത്തില് ഉണ്ടല്ലോ വിനീതിന്റെ ഓട്ടോ ഡ്രൈവർ ആയിട്ട്, അതില് പക്കായിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചു. I mean ആ പടത്തില് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടില്ല. I didn't work in that film. Only for acting I went and came. ആക്ടർ ആയിട്ട് പോയതാണ്. അപ്പൊ did you ask him for any suggestions like I'm not only like just being an actor for this film, ഞാനിങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് did you, because he is an actor? No, not really. Yeah, they were all friends. Ganesh artist and Anand cinematographer is a friend. വിനീതുണ്ട് അവിടെ, എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ. So I was comfortable. Yeah. And it was just something small, nothing that I didn't have to do method acting and all in that. Nobles movie Philip just for 1 second I'm the counselor for that boy. Oh, so in the song it was montages ആണ്, സോങ് മോണ്ടാജ് ആണ്. എല്ലാ ഇപ്പൊ പറഞ്ഞു കുറച്ചധികം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഹൃദയത്തിലുണ്ട്, പക്ഷെ but you don't see me properly, I'm little behind. ഹൃദയത്തിൽ that slap scene in the cafe, I am there standing behind. Oh, I thought no, I didn't slap. No. That would have been too much.
Gold, my back is there. പുറത്തിരിഞ്ഞൊക്കെ. ഇത് കുറെ സിനിമ ഉണ്ട് കേട്ടോ guys. ഇപ്പൊ പറഞ്ഞു എല്ലാ സിനിമയിലും അല്ല പിന്നെ ഹൃദയം ഗോൾഡൊക്കെ വർക്ക് ചെയ്ത പടം അല്ലേ? ഹൃദയമാണ് ഇൻഡിപെൻഡന്റ് ആയത്. ഗോൾഡ് രണ്ടാമത്തെ പടം, മൂന്നാമത്തെ പടം ആവേശം. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് സീനാണ് ഇപ്പൊ ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഇത്. അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞപ്പോ ഫസ്റ്റ് എന്തായിരുന്നു ആ ഒരു ആദ്യത്തെ റെസ്പോൺസ്? അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട ഒരു ഓർമ്മയാണോ ഉള്ളത്? അല്ല ആറ്റിറ്റ്യൂഡ് ഒന്നും That time I was small also. Small as in not very small, but then I was younger. വേറെ പെൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. Set there was no one except for the actors. But when the actresses are not there on set, I was the only girl except Hair Chechi also. If only girls actresses are there, they will be there. But otherwise, I used to be alone, only girl on entire Premam set. Yeah. മറ്റേ നമ്മള് ചെറിയ ക്വീൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രേമത്തിലുണ്ടായിരുന്ന സെറ്റിലുണ്ടായിരുന്ന ക്രൂവിലെ ക്വീൻ ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നല്ലോ. ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ I was not there for one schedule. For initial schedule, I was not there. That's it. Yeah, the Malar part, I was not there. The college part, I was not there. Rest all parts I was there. You were there. Yeah. All right. ഇതൊക്കെ സെറ്റ് ചെയ്തിരുന്ന അശ്വിനി കൂടി ചേർന്നാണ്. കഫേ Cafe Agape and all that. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേയാണ്. That wedding was also behind that. Selena and I feel like ഇപ്പൊ ഇത്ര നേരം ചേച്ചിയോട് സംസാരിച്ച ആവേശമാണ് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. രംഗന്റെ കൂടെയുള്ള ആ ഒരു ജേർണി ആണോ? That is because see when Rhythm happened, COVID happened in between. So it was been parts and parts. A lot of other issues like COVID issues, you're not able to shoot and all that thing was, and that was my first film. So I was tensed and all of those emotions were also there. But Avesham, it happened continuously at one go, and the scale was bigger than the earlier two films that I've done. So that made a difference. ഇപ്പം ടർബോന്റെ ഇന്റർവ്യൂവിനായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നൊരു കോൺവെർസേഷനിൽ ചേട്ടൻ പറയണ്ടായി ആവേശത്തിന്റെ സെറ്റിലേക്ക് ഞാൻ തോന്നുന്നു വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. What was it actually? For Avesham I have not taken. No, Kochile whatever happens. Bangalore ആയിരുന്നു. Kochi whatever happens right now there are no wall lamps in the house. Everything is gone to the Odum Kudra Chadum Kudra set. ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചേട്ടന്റെ വീട്ടിലെ ലൈറ്റ് ഒരു സ്പെഷ്യൽ താങ്ക്സ് ശബരി living in darkness in the house in the evenings now. Only tube light is there, no yellow lights. എല്ലാം പറക്കിക്കൊണ്ട് പോയിന്നല്ലേ. ചേട്ടൻ രാവിലെ എന്ത് കണ്ടോ ചുറ്റുള്ള ലൈറ്റ് ഒന്നും കാണാനില്ലല്ലോ. ഒരു ദിവസം വന്നപ്പോ ലൈറ്റ് ഇല്ല. Yeah, it was like that only. കാരണം അതിന് ഒരാഴ്ച മുമ്പായിരുന്നു ലൈറ്റ് ഒക്കെ വെച്ചത്. Yeah, we just renovated a little bit. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഇപ്പോ സെറ്റ് ആയുള്ളൂ. We ordered the same lights, okay, but it didn't reach on time. It is still not reached. Yeah. So it's coming now. I will fix it next week. I'll come and fix it. അപ്പൊ അത് കിട്ടുമ്പോഴത്തേക്ക് അത് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഓടും കുതിര ചാടും കുതിര ലൈറ്റ് വന്നാൽ കിട്ടുന്നുള്ള രീതിയിൽ. അപ്പം എന്താ ചേച്ചി ലൈക്ക് അൽത്താഫേട്ടൻ ഫസ്റ്റ് ഫിലിമിന് ശേഷം ഞണ്ടുകൾക്ക് ശേഷം ഇപ്പൊ ഡയറക്ട് ചെയ്യുന്ന ഫിലിമാണിത്. സോ എന്താണ് ഫിലിമിന്റെ അപ്ഡേറ്റ് എന്താണ്? We've started shooting. It's been almost 20 days. We're shooting. It's going well, going very smooth. Okay. Fafa is there again. On this. So it's അതും കല്യാണി. Yeah. So ആവേശം പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ഭയങ്കര അപ്പീലിംഗ് ആണ്. No, this is a very simple, sweet, small story. It doesn't require Avesham requires that kind of setup, right? It is a vast it's a very different genre. Small rom-com sort of a film. Yeah, cute. It's very different from Avesham. അപ്പൊ നമ്മൾ അശ്വിനി ചേച്ചിയുടെ അപ്കമിങ് മൂവിയെ പറ്റി ചോദിച്ചു. ഇനി ടർബോയുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാനുള്ള സമയമാണ് ഗൈസ്. നമ്മളൊരു കേട്ടതാണ്, പക്ഷെ എന്നാലും നമ്മൾ ഇനി ചോദിക്കും. ചേട്ടാ മാസാണോ മരണമാസാണോ പടം? അതാണ് നമ്മൾ ആരാധകർക്ക് അറിയേണ്ടത്. ആ നമ്പർ ഇവിടെ നടക്കില്ല. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ. അത് ട്രെയിലർ കണ്ടില്ലേ? ട്രെയിലർ തന്നെയാണ് ഏറ്റവും നല്ലൊരു വിസിറ്റിംഗ് കാർഡ്. ഏറ്റവും നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിലറുമാണ് പടത്തിന്റെ സ്വഭാവം. പറഞ്ഞ എൻ്റെ ജോണർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ക്ലീൻ എന്റർടൈനർ. എനിക്ക് അവിടുന്ന് പഠിപ്പിച്ചു വിട്ടൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും മിഥുൻ തന്നെ, വേറെ ആരും ഇതിന്റെ പുറകിൽ. ഇതിലെ കറുത്ത കൈകൾ മിഥുന്റെ തന്നെ. ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലേ? അതെ അതെ, അത് കൂടുതൽ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആ പടത്തിനെ കുറിച്ച്. ഇപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ജെറി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. കൂടുതൽ എൻ്റെ ട്രെയിലറിൽ
കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞ ശേഷം ഇപ്പൊ മമ്മൂക്കാന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ചേട്ടൻ കുറെ കൂടെ കംഫർട്ടബിൾ ആയോ? ലൈക്ക് ആ ഒരു ജെല്ലിംഗ് പ്രോസസ്സിംഗ്. കണ്ണൂർ സ്ക്വാഡിൽ തന്നെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. കാരണം നമുക്ക് നേരത്തെ പരിചയമില്ലല്ലോ. അപ്പോൾ സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇതിൽ വരുന്നൊരു കാര്യമാണ്. അദ്ദേഹമാണ് നമ്മളെ ബാക്കിയുള്ളവരെ കാരണം ഏറ്റവും സീനിയർ അദ്ദേഹമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ ആ ടീം അങ്ങനെ ആവാൻ, സ്ക്വാഡിന്റെ ആ ഒരു കെമിസ്ട്രി അങ്ങനെ ആവാൻ കാരണം മമ്മൂക്ക എടുത്ത ഇനിഷ്യേറ്റീവാണ്. മമ്മൂക്കയാണ് ആ ഒരു നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് ഭക്ഷണം എപ്പോഴും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ തന്നെ കംഫർട്ടബിൾ ആയിരുന്നു. ടർബോയിൽ പിന്നെയും കംഫർട്ടബിൾ ആണ്. അതെ. ഇപ്പം എങ്ങനെ ചേട്ടല്ല, അതായത് കോമഡി ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അദ്ദേഹമായിട്ടൊരു റാപ്പോ വേണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറുമായിട്ട്. അപ്പൊ എങ്ങനെയാണ് മമ്മൂക്കാന്റെ ഒരു കോമഡി ഒക്കെ ലൈക്ക് നമ്മൾ അത് സ്ക്രീനിലൊക്കെ കണ്ടു വളർന്നവരാണ്. നമ്മൾക്കൊന്ന് ബേസിക് ആയിട്ടുള്ള ഞാനും ഭയങ്കര എങ്ങനെയായിരിക്കാം മമ്മൂക്കയോടൊപ്പം ഇത് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അത് ആ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് മമ്മൂക്കയോടൊപ്പം ചെയ്യുമ്പോൾ. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അതായത് സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് പറയുക, അങ്ങനെയൊക്കെ പറയലുണ്ട്. പിന്നെ അതൊക്കെ കണ്ണൂർ സ്ക്വാഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ എനിക്ക് പറയാനും പറ്റില്ല ഇപ്പൊ വിട്ടങ്ങട്. ഇത് റിലീസിന് മുമ്പ് റിലീസ് ചെയ്യൂലേ ഈ ഇന്റർവ്യൂ, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അന്ന് ഞങ്ങൾ ശബീഷേട്ടനെ ഒന്നും കൂടെ ഇതേപോലെ കൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇപ്പം ഈ സിനിമയിൽ ഞാൻ പ്രേമം ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ അതിന്റെ പുറകിലുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ആയിരുന്നു ചേച്ചി കോട്ട് ചെയ്തത്. സോ കുഡ് യു ഷെയർ എ ബ്യൂട്ടിഫുൾ മെമ്മറി ദാറ്റ് യു ഹാവ് ഫ്രം പ്രേമം? Your beautiful memory. No, don't ask me. Should I tell Aqueduct Bridge? I said yes. Huh? So that is called Premam Palam now. Yeah. So he proposed, not proposed, or he confessed his love for me. I think only 5 days of shoot were left. Till then I had no idea that this guy likes me and all. ഒരു ഹിന്റും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ? No, I think I was a little dumb. I was too engrossed in the work, I think. So everyone else knew, but I didn't know. And then I was thinking what to do and all that. നിവിന്റെയും കിച്ചുവിന്റെ ശല്യം ഭയങ്കരമായിരുന്നു. So they used to come and laugh, smile always. Because I was not even expecting that I would date anyone from Kerala. For me, Kerala is a different place, no? I come from Bombay. Like Kerala, I'm not thinking I'm going to settle or have a boyfriend. It's not even there in rarest. But then when he finally confessed, then I'm like, okay, maybe we can see, because I like him as a person and he was caring and very good to talk to and all of that. So then after 5 days, we were shooting on the Aqueduct Bridge, Alwas Bridge. And he was like on one corner, I was in one corner, and I messaged him that I love you. So he was jumping and all that. Nobody else knows, and he was jumping and all. And yeah, I think that was the most beautiful part that I remember from Premam for us, for our story. Yeah. ചേട്ടാ ഓർമ്മകളിലേക്ക് പോയില്ലേ? ചേട്ടനോട് ഗുഡ് മെമ്മറി ഫോർ യു നോട്ട് ഫോർ മീ എന്ന് പറയുന്നുണ്ടായിരുന്നു. വൈ? അല്ല അതല്ല, ഞാൻ എന്റെ അടുത്ത് ചോദിക്കാമെന്നൊക്കെ ഞാൻ ചോദിച്ചതാ. Should I tell it out loud? ലൈക് നിവിൻ ചേട്ടനൊക്കെ പൊളിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ ഉറക്കെ കളിയാക്കൊക്കെ അല്ലേ കൂട്ടുകാർ? അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ, അത് ഒരു സഹായമായിരുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്ത് അങ്ങനെയൊക്കെ കളിയാക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. I actually got scared that everyone's coming to know it's not nice. We are on set. We should not happen. Nobody should talk about us. This is before I came to know that he actually likes me. Oh. Why are they doing this and why are they teasing and all of that? Because I was not comfortable with that. But then when he actually confessed, I realized, okay, it's serious and Yeah, that's how you agree to it. എനിക്കൊന്ന് രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ ആയത് കൂടി ലൈക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഒരുമിച്ചുള്ള ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. Yeah. Just because we are from the same industry, I think we are able to live with each other. No? Yeah. I mean, that is one of the major factors, at least for me, because ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു മനസ്സിലാക്കാനേ. Because my job, especially in our department, is such, we reach before everyone reaches on set. We leave after everyone leaves the set. So my timings are very odd and we have to set up for the next day. So sometimes full night happens and all that. So, but we have that understanding. ഞാൻ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. He loves being alone. Loves it.
And what about you, ചേച്ചി? I also like being alone. So when he goes to shoot, I'm happy. ചേട്ടൻ ഇത് അധികം ഒന്നും സംസാരിക്കുന്നില്ല, ഇത് ഫുൾ സംസാരിക്കുന്നത് ചേച്ചിയാണ്. പക്ഷെ ഞാൻ കുറെ ഇവിടെ അത്ര കൂടുതലും ഞാൻ കുറെ ഇന്റർവ്യൂസ് ഇപ്പൊ ചെയ്തതുമാണ്, ചെയ്യുകയും ചെയ്യും. എല്ലാ പടത്തിനും ഇതേപോലെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലും ഇവിടെ പറയട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. My side of the ഇല്ലെങ്കിൽ ഞാൻ വളർത്ത ആ തുറന്ന അടയ്ക്കും. No, but this is about her personal life she's asking, no? Yeah, That you've no, not no. spoken before, no? Yeah, yeah. You want to hear something from you about her? Please tell that. അങ്ങനെ Okay, we all know Ashwini Kale as a production designer. Only you can speak about the wife in her. Oof. ഭയങ്കര ഇന്റൻസ് ഇന്റർവ്യൂ. ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. Let's talk about the fights. No. I mean, ഞാൻ ആ സമയത്ത് പ്രേമത്തിന്റെ സമയത്തൊക്കെ വേഗം ഒരു വാല് മുറിഞ്ഞതിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഒരു മറ്റൊരു അഫെയർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട ചൂടുവെള്ളത്തിൽ വീണ ഒരു അവസ്ഥയിലായിരുന്നു. ആ ചൂട് പോയിട്ടില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. same me also. അതെ. High five. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. പിന്നെ നമ്മൾ സംസാരിച്ച് ഇവിടം വരെ എത്തുമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും വൈബും വേവ് ലെങ്ത്തും ഉള്ളൊരു പെൺകുട്ടിയാണ് അശ്വിനി സോ ഫാർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ച്. പിന്നെ ഒരു കല്യാണം എന്നൊക്കെയുള്ള ഐഡിയ പിന്നീടാണ് വന്നത്. ഞങ്ങൾ അതിന് വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം വി ആർ ലിവിങ് ടുഗെദർ വിത്ത് അവർ പാരൻസ്. അവർക്കറിയാമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വിസയൊക്കെ കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്നു. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടാണ് പിന്നെ കല്യാണം. അതെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു ഒരുമിച്ച്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിരിക്കുന്നത് ശരി എൻ്റെ കൂട്ടുകാരെക്കാൾ കൂടുതൽ ഇവളുടെയൊപ്പമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ആണ്. അതെ, ചേച്ചിയുടെ ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ് ടെൻഷൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ലൈക്ക് ഒരു 9 to 5 കൈൻഡ് ഓഫ് ഒരു ജോബേ അല്ല. ലൈക്ക് ഇവ ഇന്റർവ്യൂവിന്റെ ഇടയിലായാലും ഷീ ഈസ് ഗെറ്റിംഗ് കോൾ. Yeah, I'm getting phone is vibrating down there. അപ്പം അങ്ങനെയുള്ള ഒരു ജോലിയാണ്. കുറെ ആൾക്കാരെ മാനേജ് ചെയ്യാനുണ്ടാവും, കുറെ ടെൻഷൻ ഉണ്ടാകും. സോ ആസ് എ പാർട്ണർ യു ആർ ദേർ ടു സപ്പോർട്ട് ഹർ. അപ്പം സാധാരണ ഭാര്യമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പരാതികൾ പറയുന്നത് പോലെ അല്ലാതെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേട്ടനോടും കൂടി ഷെയർ ചെയ്യാറുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന സമയമൊക്കെ വളരെ റയർ ആയിരിക്കും. സ്റ്റിൽ ത്രൂ ഫോൺ അറിയാ സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻ. I am a complaint box. ആണോ? I am a complaint box. I know that. And പക്ഷേ ലിമിറ്റഡ് ആക്ച്വലി നോട്ട് എവറിഥിങ്. everything actually I don't tell him like we don't share I don't share everything with him because I know that he also doesn't know exactly what is happening and all, so I don't end up, but then whatever little we share, he knows that the stress is for work only. There's no need to, he doesn't have to get stressed over my stress, that why she's stressed, because he knows it will come down in some time. Something must have happened on set, so that understanding is there. Nobody panics for each other because they know that this is usual stuff. അതെ, സിനിമയുടെ ഒരു ഭാഗമാണ്, മനസ്സിലാക്കാവുന്നുള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇൻഡസ്ട്രിന്ന് ഒരുമിച്ചായതിന്റെ ഒരു ഗുണം അല്ലേ? ആ ഒരു ബിസി വർക്കിംഗ് സ്കെഡ്യൂൾസിനെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ആവശ്യത്തിന് ശേഷം ചേച്ചിയുടെ കപ്പിൾ ഓഫ് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നെങ്കിലും അധികം അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കേൾക്കാഞ്ഞതാണ് ചേച്ചി ആടുജീവിതത്തില് ചെയ്ത ഭാഗം. So I was assisting Sunil Babu at that time. He did the Kerala part. So I was assisting him on that part. I didn't do the production designing. I was just assisting a production designer on that. So it feels so great to be a part of that. Yes. അപ്പം ഇപ്പൊ വരുന്ന സിനിമയിലൊക്കെ ആർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണ്. ലൈക്ക് ആൾക്കാർ അതിന് അതേപോലെ മഞ്ഞുമൽ ബോയ്സ് ഗുണാക്കിയും അതും അതേപോലെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഓഫ് കോഴ്സ് ആൾക്കാർ അതിനെ നോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഡിസ്കഷൻ തന്നെ ആകുന്നുണ്ട് ഇപ്പം. അപ്പം ചേച്ചി ഇതേപോലെ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തത് ഓക്കെ ദിസ് ഇസ് ഗോണ ബി എ ടോക്ക് ഇൻ ടൗൺ എന്ന് വിചാരിച്ചിട്ട് ആവേശം only because that is the most biggest project that I've done till now, no? And if you go to see Rhythm time, there was not so much talk about art direction. Gold time, it was not so much talk, but Avesham, people are talking about the sets, people are talking about how it's looking and all. Also people have also started understanding how it works and what is a production designer, what is the art direction. They've started to understand, so they ask questions. So for me it's Avesham
like till now. ഒരു ഡിസ്കഷൻ വന്നത്. Yeah, Okay. yeah. Before this, I worked in Bollywood also. I worked on films like Pa, MS Dhoni, Special Jabis. I've assisted on these films. Okay. So, Singh is Bling, Ramaya Vastavaya. I did a small schedule on Thupaki. I did a small schedule on Maharishi, Telugu film. So, Upri. No, Tupaki. Tupaki and Upri. This is my independent project, right? So for me, this only will be the most that I thought that, yes, it will work and people will like it. Okay. Yeah. So Avesham. അപ്പം ഇനി ഞാൻ നേരെ തിരിച്ച് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഇതേപോലെ ചേച്ചി ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി വന്നത് അത്രയും അങ്ങോട്ട് ഒരു ഹൈപ്പ് ഉണ്ടാവാതെ പോയ ഏതെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു? ഇപ്പൊ ഹൃദയം പറഞ്ഞല്ലോ, സോ ഐ യു ലൈക്ക് ഡിസപ്പോയിന്റഡ്? No, not disappointed. See, every film requires, if art would have stood out in a film like Hridayam, then it might have not worked. It had to be realistic. It had to look real. So people should not feel that it's created. Avesham, the genre is itself different, right? We are creating a world for Ranga, so it will stand out. So that's the difference. Yeah. That's a perfect answer for that question. അന്നത്തെ ഇന്റർവ്യൂവിൽ ഓർമ്മ ഉണ്ടാകും, ഗോൾഡിനകത്ത് സ്പീക്കറിന്റെ കാര്യം വേണ്ടി എടുത്ത് പറഞ്ഞിരുന്നു. That one golden speaker, where is it right now? വീട്ടിലുണ്ട്, ആ ബോക്സ് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. ഇതേപോലെ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടോ ചേട്ടാ വീട്ടില്? അതുണ്ട്, വീട്ടിലായിരുന്നു. ഇപ്പം ഒരു സ്ഥലമുണ്ട്, നമ്മളൊരു സ്ഥലം ബാക്കി I have a godown sort of a place. So films, it doesn't happen much, but when I do ad films, it's my company that I work through, so I get all the props. So it goes as a inventory for my company. Oh. So then we keep reusing it for other things. Like for Odum Kudra, Chadam Kudra, lots of things have come from my godown. Yeah. അപ്പൊ ആവേശത്തിൽ കണ്ട എന്തെങ്കിലും മട്ടും മാറി ഷായ Avesham can't, because Avesham is a very different genre itself. I don't have anything which was used in the film. It was completely different, something new that we had to create. It was not usual. അമ്പുക്കയുടെ പ്രൊഡക്ഷൻ വീട്ടിൽ പോയി, അമ്പുക്ക എവിടെയെങ്കിലും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് വിറ്റിട്ടുണ്ടാവും. ഈ ഹൃദയത്തിലെ എൻ്റെ ഒരു ഫേവറേറ്റ് സീൻ ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ നേരം നമ്മുടെ കണ്ടന്റ് ഓൾസോ മൂപ്പർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സീനാണ് പറഞ്ഞത്. അതായത് പ്രണവ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഭയങ്കര ആ ഒരു സെലീൻ ആൻഡ് ക്ലീൻ, അരുൺ കുര്യൻസ് ഹൗസ്, ആ ഒരു വീട്ടിലേക്ക് പോകണം. ആ ഒരു മൂഡ് അതെങ്ങനെയാണ് ചേച്ചി ക്രിയേറ്റ് ചെയ്തത്? Actually, that is it's one of a friend's house only in Chennai. It's a real house. We didn't do anything in it. ആ വീട് അങ്ങനെയുള്ള വീടാണ്. It was just like that. We went, we shot and we came back. അങ്ങനെ ഒരു വീട് ഇത്ര വൃത്തിയായിട്ടല്ലേ ആ വീട് വെച്ചിരിക്കുന്നത്? Yes, nothing. Maybe small changes, like the study table we put, books we put, their properties like the characters' properties and all we put. The gramophone we put, but everything else was there. ഓ, അതാ പ്രണവ് കുളിക്കുന്ന സീനൊക്കെ ഇല്ലേ? പ്രണവ് അപ്പൊ എനിക്കറിയാം എന്താ പറയുന്നത്, പ്രണവിന്റെ കുളിസീൻ ഞാൻ അങ്ങനെ നോക്കിയെന്നായിരിക്കും ചേട്ടൻ പറയുന്നത്. ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്നെ സീൻ കാണുമ്പോൾ ഒന്ന് പോയി കുളിക്കാൻ വേണം അല്ലേ? See, lot of it works also because of the kind of lighting is done on the set. The house might not look the same if the lighting is not such. So you have to, the DOP will do the lighting according to the mood of the film. So my set also, Mayuri Bar, it looks like that because the lighting is done in such a way that lifts the mood up for the setting that I have done. Okay. ഇപ്പം വീടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി എങ്ങനെ ചേട്ടാ വീടൊക്കെ ഭയങ്കര വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണോ? അതെ അതെ അതെ. I have my downs also. Sometimes it's not. അല്ല, വീട് ക്ലീൻ ആയിട്ടിരിക്കണം. പിന്നെ ചേട്ടൻ എങ്ങനെ അതനുസരിച്ച് പോകുന്ന ആളാണോ, or does he make the mess? No. He also keeps his things. എല്ലാം അതേപോലെ ഇരിക്കുന്ന ഒരു ഓർഡറിൽ ഇരിക്കണം. ഭയങ്കരമായിട്ട് OCD അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ എങ്കിലും. Yeah, but he has one box only for t-shirts. He has only box only for shirts. He has box only for his pants. So we both are like that. I mean, my cupboard is like it's. കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെ തപ്പണം എന്നുള്ള തപ്പൽ എളുപ്പമാവും. എന്തായാലും നമ്മൾ തപ്പും. അപ്പോ അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് തപ്പാലോ. ഓ, വീട്ടിൽ ഏറ്റവും കൃത്യനിഷ്ഠത ഉള്ളത് ആർക്കാ? Means punctuality. Yeah. Me. It's a yes. Me. No. It's me. What? No, it's I am the most punctual one. You were late today. 5 minutes late. അങ്ങനെ നോക്കുകയാണെങ്കിൽ No, I have an issue with time. Yeah, so if I don't reach 5 minutes before, anxiety starts.
Oh. So I have a problem. It's a problem. എനിക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നമാണ്. So yeah. So if whenever we have to go out and we decide that we have to go out at this time, Shabrish will be doing his thing. I will be ready sitting there. റെഡി ആവുന്നില്ലേ ചോദിച്ചിട്ടില്ലേ? But then it's my thing. Like. അതെ, ഓരോരുത്തരും ഓരോ പോലെയാണല്ലോ. രണ്ടുപേരും എന്തായാലും അങ്ങനെ വളരെ ചിട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സെറ്റാണ്. അതെ അതെ അതെ. ഇനി ആവേശത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയാനുണ്ട്. ആ പാട്ടിന്റെ അകത്തെ നമ്മള് ഡാൻസ് കളിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെ കയ്യിലും ഒരു ബിയർ ബോട്ടിൽ ഉണ്ട്. From where you collected like? We went to all the bars possible in Bangalore and said, please give us. Even if they give 2, we'll take. We'll go to every bar, plead, please give us. Like that we went, collected over the period of 1 month. We collected it and then we used it. Oh my god, എത്ര കുപ്പി ഉണ്ടായിരുന്നു മൊത്തം? More than 1,000. Oh, that's all. No, 1,000 people were there. At least 2,000. 2000 ബിയർ ബോട്ടിൽസ് കളക്ട് ചെയ്തു അല്ലേ? Then you gave back? We gave it to the scrap people. No. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരിതാണ്. ആ 3 പയ്യന്മാരുണ്ടല്ലോ, അവര് ആ ബെഡില് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചർ, താഴെ പവർ പഫ് ഗേൾസിന്റെ Power Puff Girls അല്ല, Chipmunks. ചിപ്മങ്സ് ആയിരുന്നോ? Chipmunks. ബട്ടർകപ്പ് ഒക്കെ ഉള്ള. Oh, that I have not seen. I've seen the Chipmunk version. ചിപ്മങ്കും ഉണ്ട്, പക്ഷെ ബട്ടർകപ്പിന്റെ ഉണ്ട്. Maybe I didn't see that. When I saw the Chipmunk ones, that is correct, exactly green, blue, red. അത് നിങ്ങൾ ശരിക്കും മനഃപൂർവ്വം അങ്ങനെ വന്നതാണോ? No. It happened organically. ആണല്ലേ? ഓർഡർ കൂടി കറക്റ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അതിനകത്ത്. Yeah, it happened organically. Musher's magic, that is. Okay. ഇനിയിപ്പം I'm taking both of you to a ചെറിയ round. The round's name is Love in Cinema. Love in cinema. I have not watched much Malayalam films. Okay. ഇല്ല മലയാളം ഫിലിമിനെ പറ്റിയിട്ടില്ല. ഇത് നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി സിനിമയിലൂടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ റൗണ്ടാണ്. അപ്പം ചേച്ചി ആൻസർ പറയുമ്പോൾ തെറ്റി കഴിഞ്ഞാൽ ചേട്ടൻ അത് തിരുത്തണം and vice versa. Alright? His favorite movie? Ayyo, no idea. His favorite things keep changing every week. എന്നാ റീസെന്റ് ആയിട്ടുള്ള ശബരീഷ് ചേട്ടന്റെ ഫേവറേറ്റ് മൂവി? I don't know. I have not been at home for so long. ഞാനും ആലോചിക്കായിരുന്നു. I told you, no, he's not a kind of person who will also. ഈ അടുത്ത് മലയാളം പടങ്ങള് Very moody. We both are very moody. Okay. So at that mood, what we like, we'll watch. It's not like it will be like a phase. എങ്കിലും എടുത്തു പറയേണ്ടതായിട്ടുള്ള വാ എന്ന് തോന്നിയ 2 പടങ്ങൾ ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും ഈ അടുത്ത് കണ്ടതിൽ. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് ഫിലിം? ആവേശം. ചേട്ടന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? Can I take the name? ശബരീഷ്. I was going to say himself. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയല്ലേ, ഇഷ്ടപ്പെടാത്തതും. ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടറാ? I am also not. I don't have favorites. Yeah, like right now, if you ask me, like currently, who I like the most, I think it's Vicky Kaushal. Okay. Shabari Sharma? We are not fan people. So whichever works, the movie is nice, it worked. Yeah, we like that. കലയെയാണ് ആരാധിക്കുന്നത്, കലാകാരനെ ആദരിക്കുക. കലാകാരനെ പ്രണയിക്കുന്നുണ്ട് അല്ലേ? അത് സംഭവിക്കാം, കലാകാരൻ മനുഷ്യരാണല്ലോ. ശബരി ചേട്ടന് കൂടെ വർക്ക് ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ആക്ടർ? Someone who wants to work with him. He wants to work. He wants to work with. Mohanlal. ആണോ? മോഹൻലാൽ, ലാലേട്ടൻ, ഓഫ് കോഴ്സ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ അധികം വർക്ക് ചെയ്തിരിക്കുന്ന കുറവല്ല. ഞാൻ ആകപ്പാട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയോടൊപ്പം പൃഥ്വിരാജിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റാർസിൻ്റെ ഒപ്പം ഒന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെയും ഒപ്പം അഭിനയിക്കണം ആഗ്രഹമുണ്ട്. ലാലേട്ടൻ, ഫഹദ്, ദുൽഖർ, അങ്ങനെ ഒരുപാട് പേര്. ആർട്ട് വൈസ് ഗംഭീര പടം എന്ന് ചേച്ചി എപ്പോഴും എടുത്തു പറയുന്ന ഒരു സിനിമ? അതെന്താ ചേട്ടാ? Because I will keep actually saying this is not right and this is not right and this. അപ്പൊ ചേച്ചി ലൈക്ക് ചേച്ചിക്ക് അന്ന് ഇഷ്ടപ്പെടാനായിട്ട് ഇച്ചിരി പാടാ. അത്രയും നല്ല ആർട്ട് വർക്ക് ആണെങ്കിൽ ചേച്ചി ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലേ? നല്ല വെസ് ആൻഡേഴ്സൺ പടം വല്ലതും ആയിരിക്കും. സംതിങ് ലൈക്ക് ദാറ്റ്. അടുത്തത് ഇപ്പം നമ്മൾ നേരെ സംസാരിച്ചതേ ഉള്ളൂ. ഫേവറേറ്റ് ജോണർ? കോമഡി, ഹ്യൂമർ. ഹ്യൂമർ. ഞാനൊരു പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹ്യൂമറിന് പ്രാധാന്യം ഉണ്ടാവും.
ഹൊററാണെങ്കിലും ഹ്യൂമർ, മറ്റേ നമ്മുടെ ഗോസ്റ്റ് ഇൻ ഹൗസ് ഒക്കെ പോലെ അല്ലെങ്കിൽ സരോജയൊക്കെ പോലെ അങ്ങനത്തെ പടങ്ങൾ. പിന്നെ അധികം പടങ്ങൾ ജോണറിൽ വന്നിട്ടില്ല നമുക്ക്. ഞാൻ ഹൊറർ കോമഡി രോമാഞ്ചം പോലെ. ഓ അതെ, ഒരു എക്സാമ്പിൾ. ഐ മീൻ ഞാനത് പറയായിരുന്നു, എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു എല്ലാത്തിലും ഒരു ഹ്യൂമർ ഉണ്ടല്ലോ ജീവിതത്തിൽ. അത് കയറി വരുന്നതാണ്, അറിയാണ്ട് കയറി വരുന്നതാണ്. അപ്പം ചേട്ടനൊരു ഡയറക്ഷൻ ഒക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടെന്നാണ് അതിന്റെ ഒരു അർത്ഥം അല്ലേ? അത് ആഗ്രഹമുണ്ട്, പ്ലാനൊന്നും ആയിട്ടില്ല. ആഗ്രഹത്തിന്റെ ഭാഗം സംഭവിച്ചോളും അതിന്റെ ഭാഗത്ത്. പിന്നെ തീർച്ചയായിട്ടും ഇല്ല, ആക്ച്വലി മൂപ്പർ ഇതേപോലെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വളരെ ജോയ്ഫുൾ ആയിട്ട് ഒരു പേഴ്സൺ ആണോ വീട്ടിലും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ്? When he's around people, when he's around his friends, when he's around us and all, he's like that. But when we are alone, in his mind he's always writing. He's always making stories. ഹ്യൂമർ ഒക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. Yeah, he's in his own world doing his own thing when we are at home and all. But when he's with people and all, everybody likes to listen to him because he'll be talking and like he's very joyful. Okay. That is. But it depends on subjects also. What are the topics that you're talking about? He gets very serious about it, and whole literature that he's been read all his life comes out. Oh my god. Yeah. അത്രയും വലിയ തരങ്ങളിൽ ഞാൻ കടക്കുന്നില്ല. ശബരിചേട്ടന്റെ ആ ഒരു ഭാഗം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Oh, you have to see that part of this. The intellectual part of Shabrish. Oh my god. ഏതെങ്കിലും പടത്തിലൊക്കെ അതിപ്പോ എന്തെങ്കിലും അതൊക്കെ രഹസ്യമായിട്ട് കാണിക്കാനുള്ളതാ, സമയമോ വരുന്നുണ്ട്. പരസ്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ചേട്ടൻ വീട്ടിൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട്? No, every day it's new song. But പ്ലേലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. I told you, very moody. Yeah. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും ഞാൻ കൂടുതൽ കേട്ടോണ്ടിരിക്കുക. പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കേ കേൾക്കുള്ളൂ, വല്ലപ്പോഴും കേൾക്കുള്ളൂ. അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ so when he plays the songs, I will come to know what mood he is in. So I will act around him accordingly. So sometimes even techno and all will be happening. I'll be like, okay, leave him. Oh. Sometimes nice lyrics, songs and all that means he's in, okay, we can go and sit and chat with him, like that. ഓൾറൈറ്റ്. ഇനി നമ്മൾ ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ള സിനിമേനെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചേച്ചി എങ്ങനെയാണ് സോഴ്സ് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത് എന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം. സോ ആദ്യത്തേത് ആവേശത്തിലെ രംഗനയുടെ മറ്റേത് മേരാ ഫേവറേറ്റ് ഗ്രീൻ ഗാഡി എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളർ വണ്ടി ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ് ചേച്ചി തപ്പിയത്? We got so we painted it. It was not green. Oh. We got two white. Bullet അല്ലേ? No. Which one? Qualis. Qualis. Okay, yeah. We got other colors, one silver color and one white color vehicle, and we made it into green. We changed all the upholstery inside. We changed the seats. We had to change it because the camera had to go inside, right? So we had to remove and make it removable. Everything was we could dismantle it and put it back. Oh, അങ്ങനെ. Yeah. Okay. So everything, we dismantled the entire vehicle, then we made it according to us, according to our convenience, for camera convenience and all of that, and then we put it together, and that's how we used it. And there were two vehicles always on, two Qualis that was on set always. In case something happens to one, we could use other. Okay. And the one which burnt in the end was the third one, which only got the body painted green and burnt it. ഓ, ഇതാണ് ഞാൻ അടുത്തതായി ചോദിക്കുന്നത്. അതായത് ഇത് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന സാധനം, സെറ്റിൽ കൊണ്ടുവന്ന സാധനം ഒന്നെങ്കിൽ ഇതേപോലെ കത്തിക്കുക, അല്ലെങ്കിൽ അതൊക്കെ തല്ലി പൊട്ടിക്കുക ചെയ്യുമ്പോൾ ആർട്ട് ഡയറക്ടർ, അതായത് ചേച്ചിയുടെ ഹൃദയം പൊട്ടുന്നുണ്ടോ? It used to affect before. Now it doesn't affect. Now I know it's just for this. Yeah, but when we put like Mayuri Bar, when we put such a big set and we were breaking it, it was very emotional. Yeah. അയ്യോ, എന്റെ കഷ്ടപ്പാട്. Yeah, so that is there. Like as in, eventually now I'm learning to not get emotional with props. It's like a carnival. നമ്മള് പണിയുന്നത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ശിവരാത്രി മണപ്പുറത്ത് എന്തൊക്കെ നമ്മൾ പണിയുന്നു അതെല്ലാം 3 മാസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ. പണിയുമ്പോൾ അവർക്കറിയാം. അതുപോലെ തന്നെ ഷൂട്ട് മാക്സിമം ഒരു 3 മാസത്തേക്കല്ലേ നിൽക്കുള്ളൂ. But when it gets recognized like this, like how Avesham has been recognized, you feel nice. Then it is okay. It was worth it. പിന്നെ അത് പൊളിച്ചു കൊടുത്തിലേക്ക് കേസ് വേറെ വരും, അത് വേറെ കാര്യം. ഇത് നമ്മളൊരു സ്ഥലം റെന്റ് ഔട്ട് ചെയ്തിട്ട് പണിയാണല്ലോ, അത് തിരിച്ച് പഴയ പോലെ ആക്കി കൊടുക്കണം. അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നത്. അല്ലാണ്ട് അവിടെ അത് കിടക്കട്ടെ. All the places we have to make it like how it was before. Like for example, the BK hostel, we had changed the end. It was a white place. Then after we finished shooting, we changed it back and gave it to them as it was. Oh.
ഒരു ഡാമേജ് ഇല്ലാണ്ട് അത് അങ്ങനെ തന്നെ whatever damage is there, we have to repair it and give it. ഇതിന് പുതിയ പെയിന്റിംഗ് ഒക്കെ ആണെങ്കിലും അവർ ചിലരൊക്കെ അത് പഴയ പോലെ ആക്കി തരാൻ പറയും. Some people like പഴയ പോലെ എന്ന് പറഞ്ഞാൽ ഏജ് ആക്കണമെന്നല്ല, പഴയ പെയിന്റ്. ഇപ്പൊ വൈറ്റ് ആയിരുന്നു ഇവർ ബ്ലൂ ആക്കിയിരുന്നെങ്കിൽ അവർക്ക് വൈറ്റ് തന്നെ വേണം, തിരിച്ചങ്ങനെ പറയും. ചിലർക്ക് അത് കൊള്ളാം ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇത്. പക്ഷെ ഭൂരിഭാഗം മെജോറിറ്റി യു വിൽ ഹാവ് to give it back as it was. അപ്പൊ ഈ സെറ്റ് കത്തിക്കുന്ന സംഭവം എങ്ങനെയാണ്? അതായത് ഈ ആവശ്യത്തിൽ അതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അതിന്റെ അത് മൻസൂർ സാറിന്റെ കൂടെ തോന്നുന്നു ഫസ്റ്റ് ആ ഒരു പ്ലേസ് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കാണും മൊത്തം ആ സ്ഥലം ഇങ്ങനെ കത്തിയിട്ടാണ് കാണുന്നത്. അപ്പം അതൊക്കെ ഹൗ ഡു യു ഡു? ലൈക്ക് രണ്ട് സെറ്റ് പ്രിപ്പയർ ചെയ്യാണോ അതോ ആ സീൻ മൊത്തം? Yeah, we keep extra props of everything that has to be burnt. We keep extra, but mostly the fire is controlled. So we lay out these gas ka pipes everywhere. Wherever we have to burn, we'll have gas pipes, and it will be on cylinder connected. We can increase it, decrease it, how much ever we want. It is controlled, so it doesn't fully burn the things. It will not fully go on the props. It will be we'll layer it with iron sheet or something like that, so that it doesn't get destroyed. അങ്ങനെയാണ് കത്തിക്കുന്നത്. അല്ല നിങ്ങള് ചൂട്ട് മറ്റേ ചവറ് കത്തിക്കണ പോലെയിട്ട് കത്തിക്കല്ലേ ഇന്ന്. നമുക്ക് ഓരോ ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ടല്ലേ ഓരോ എടുക്കുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം ഫയർ. മഴയാണെങ്കിൽ നമ്മള് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് അഴകിരാമില് കണ്ട ഓർമ്മയാണ് അല്ലേ? ഇത് ഫയർ എന്ന് പറയുമ്പോ ഫയർ വരും. അതിന് കൊറേ ഗ്യാസ് ഊറ്റിയും വലിയ സെറ്റപ്പ് ആയിരിക്കും അത്. Yeah, it takes like 2 days to set up. Took 2 days to just set up the gas pipes for that set. ഇവിടെ ആളെ കത്തിക്കുന്നു പിന്നെയാണ്. അപ്പൊ അത് ആള് ശരിക്കുള്ള ആള് തന്നെയാ. ഒരു ലിമിറ്റ് വരെ പൊള്ളില്ല. അപ്പൊ അവര് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ജിഗർദണ്ഡ എന്ന പടം വർക്ക് ചെയ്തു ഫസ്റ്റ്. അതാണ് എൻ്റെ ടെക്നിക്കലായിട്ട് ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്ത പടം, ഫസ്റ്റ് ജിഗർദണ്ഡ. അപ്പോൾ അതിൽ ഈ സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേ പേരെ തീ എടുത്ത് കൊളുത്തുന്നുണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സേഫ്റ്റി ഇട്ടിട്ട് ഒരാളുടെ ശരീരത്തിൽ തീ കൊളുത്തും. അയാൾ മറിഞ്ഞ് വീഴും പെട്ടെന്ന്. അതിൻ്റെ അർത്ഥം ഫയർ നിർത്തി, ഞാൻ അഭിനയം നിർത്തി വന്ന് ഓഫ് ചെയ്തോളാനാണ്. അങ്ങനെയാണ് സിഗ്നൽ. അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, തീയല്ലേ ഫുള്ള്. അപ്പോൾ അതാണ് അവർ തരുന്ന ഒരു ഹിൻഡ് നമ്മൾക്ക്. ഓക്കെ കഴിഞ്ഞു, ഇനി പുള്ളിക്ക് ഇനിയും കത്താന്ന് കഴിഞ്ഞാൽ അത് പുള്ളിക്ക് പ്രശ്നമായിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റ് കൂടുതൽ ഈ ഇട്ടിരിക്കുന്ന സാധനം ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് കത്ത് ചൂടകത്തേക്ക് വരാൻ തുടങ്ങും. അതിനു മുമ്പ് ചെന്ന് നമ്മൾ തീ അണയ്ക്കണം. അതിനുള്ള സിഗ്നലൊക്കെ അങ്ങനെയാണ് തരുന്നത്. അത് ഒരിക്കലും പൊള്ളലേറ്റേക്കൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അണച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. താങ്ക് യു ചേട്ടാ. ഇനി എനിക്ക് അറിയാവുന്ന ചേച്ചി ഹൃദയത്തിലെ സീക്രട്ട് ആലി പ്രേമലൂല് വരെ ആയിരുന്നു. സീക്രട്ട് ആലി അത് ആരുടെ ഐഡിയ ആയിരുന്നു ചേച്ചി? എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്? Vinith Etton's idea. He wanted it like that. That is how exactly we gave him. It was completely his idea. Then we got all the crew members to come and write on the wall one day before the shoot. Everyone came and wrote their things on the wall, and that's how. അങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്തിരുന്നത് അല്ലേ? ഓക്കെ. ഇപ്പം ചേട്ടൻ റീസെന്റ് നമ്മള് പാട്ടുകളെ പറ്റി സംസാരിച്ചല്ലോ. റീസെന്റ് പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് ഏതാണ്? നമ്മുടെ ഇന്റർവ്യൂ ഏകദേശം മൈൻഡപ്പ് ആവാറായി. ഒരു പാട്ടോട് കൂടി അങ്ങ് മൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചു. റീസെന്റ് വീട്ടിലിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു അത് ഇതിലെ പാട്ടുകളൊക്കെ ഞാൻ മൂളിക്കൊണ്ട് നടന്നിട്ടുണ്ട്. തന്ത്രമന്ത്രമൊന്നുമാറിയില്ലടാ, അതും മകനെ പൊന്മകനെ ഇലുമിനാറ്റി. ചേച്ചിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ചേട്ടന് പാടാൻ ഇഷ്ടം. ഞാൻ വിടുന്നില്ല, പാട്ട് പാടി പോയാൽ മതി. പാട്ട് ഞാൻ പാടാം, പക്ഷെ ഞാൻ എന്റെ പാട്ടുകളെ പാടുള്ളൂ. മലരെയോ? Or no, it's too always you sing that, no? You sing what you like. Sing. But it's nice at home. Suddenly he'll get in the mood. He'll take his cajon. He'll sit on it. He'll play. He'll sing. Suddenly out of the blue he'll start doing that. He'll take his djembe. He'll start playing that. It's nice. I'll just sit and watch. It's like entertainment happening for me. ഇപ്പൊ ഇന്റർവ്യൂവിന്റെ മൂഡിലായതുകൊണ്ട് പാടാനുള്ള മൂഡിലല്ല. Yeah, nobody can do that. Only he can do that. That was not Aqueduct song. Aqueduct song was Aluvapuza. Aluvapuza. Sing Aluvapuza. Memory for our. അതെ, അക്വഡക്റ്റില് പ്രേമൻ ഷൂട്ട് ചെയ്യുമ്പോൾ but we know each other since 9 years now. അതെ, പ്രേമം വന്നിട്ട് 9 years ആവുന്നു
Yes. 9 years. 9 years you're together. How did you survive? ഓക്കെ. അപ്പൊ പാടിന് മുമ്പ് ഇപ്പം 9 years എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം പുതിയതായി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 9 years ടുഗദർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു സീക്രട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഷെയർ. Keep yourselves busy with something. Don't be ideal. Both of you all should go and work. The boy and the girl. ആരെങ്കിലും ഒരാൾക്ക് ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ That should not happen ever. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാണ്. Correct. Perfect. അപ്പൊ രണ്ടുപേരും അവരവരുടെ പേഴ്സണൽ ലോകവും ഉണ്ടാവണം. Yeah, you should have your personal set of friends. Should not mix it. Keep it separate. Keep your life separate. Yeah, obviously you'll have common friends. Be with that, but then get back to your personal lives. And then when you're together, you're together. Okay. That's how maybe I think we've survived for all these years. And going to survive. Yeah. അതെ. ഒരാൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിൻ്റെ ഒരാൾ ചുമ്മാ ഇരിക്കുന്നത് എന്ത് പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടല്ല പലരും വീട്ടിലിരിക്കുന്നത്. ഹൗസ് ഹസ്ബൻഡ്സും ഹൗസ് വൈഫ്സും ഒക്കെ ആയി മാറുന്നത് അങ്ങനെയാണല്ലോ. അതെ, കൂടുതലും ഹൗസ് വൈഫ്സ് ആണ്, അല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഓരോ അവർക്ക് പേഴ്സണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാണ്ടിരിക്കുന്ന ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്, ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്കും പരിചയം ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എനിക്ക് തോന്നുന്നു. And don't be dependent on each other for too many things. Do your things yourself. അതെ, പലപ്പോഴും നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി വരുമ്പോൾ സ്ക്വിഡ് ഗെയിമിലെ പോലെ Even if it's cooking and all, do yourself. Learn. Both should learn. Oh. പിന്നെ ഞാനും ഇപ്പോൾ ഒറ്റയ്ക്കാണപ്പോൾ കുക്ക് ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നല്ലോണം പാചകം ചെയ്യുമായിരുന്നു. ഇപ്പോഴും Because I am not there, right? I go in the morning, come in the night and all that. So he does his own ഇപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ അമ്മയുണ്ട്. അപ്പം അമ്മ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കിങ് അവിടെ നടക്കാത്തത്. ഇവളും കുക്ക് ചെയ്യും, ഞാനും കുക്ക്. അപ്പം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഡിപ്പെൻഡൻ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. emotionally you're dependent. ആരും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. ഭൂമിയിൽ എല്ലാവരും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്തു വന്നാലും. പക്ഷേ ഒരുപാട് നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ നല്ല ലൈഫ് ഉണ്ടാകും, സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. ഒരു പ്രസ്ഥാനം കൊണ്ട് നടത്താം. നടത്താം. ഓക്കെ. അപ്പൊ ഇനി പാട്ട് കേൾക്കാനുള്ള സമയമാണ് കേട്ടാ, പാടിക്കോ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. ഇതൊക്കെ അപ്പം ഉണ്ടാക്കിയതാ. നിവിൻചേട്ടന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത്. അത് നിവിനാണെന്ന് തോന്നുന്നു, ഓർക്കണില്ല. അതൊക്കെ അപ്പം ഉണ്ടാക്കിയതാണ്. അത് ആ കോളേജിന്റെ സമയത്ത് തന്നെ ചെയ്ത് പലരുടെ പോർഷൻ നടക്കുമ്പോൾ തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. അതെ, പക്ഷെ അത് യൂസ് ചെയ്ത് അപ്പോഴാണുള്ളൂ. അതൊക്കെ പിന്നീടല്ലോ. ഫസ്റ്റ് ഏറ്റവും അവസാനമാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല രണ്ടാമതായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കാലഘട്ടം. In the end we shot. അപ്പൊ എന്തായാലും പാടിയ പാട്ട് പോലെ തന്നെ ആലുവപ്പുഴയുടെ തീരത്ത് വെച്ചിട്ട് ആരോരുമില്ല നേരത്ത് ചേട്ടന്റെ മനസ്സിൽ തന്നരം തന്നെ തേടി വന്നൊരു മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായോ? She didn't understand these things. I understood, but I didn't. You're choosing not to understand. Okay. അല്ല, ഞാൻ ആ ലിറിക്സേ ഇങ്ങനെ മീനിങ് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. ഒന്നുമില്ല, ലൈക് ഫൈനലി സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോകും. അത് ആക്ച്വലി ആ ലിറിക്സ് അങ്ങനെ വരാൻ കാരണം ഈ ജോർജ് മേരിക്കൊരു അവിടെ നിന്നുള്ള പടം തുടങ്ങുന്നത് ഒരു കത്തെഴുതുന്നുണ്ട്. അപ്പൊ ആ കണ്ടന്റ് വേണം വരാൻ ആ പാട്ടിലൊന്നും അൽഫോൺസിനുണ്ടായിരുന്നു. അതിൽ മറ്റേ ഓറഞ്ച് ഇഞ്ച അതൊന്നും നമുക്ക് പാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പള്ളിയിൽ കണ്ട കാര്യവും നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആ പ്രായത്തിലെ ഒരു ഇതാണല്ലോ, നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു അതൊക്കെയാണ് ആ പാട്ടിൽ വരാൻ കാരണം.
എന്തായാലും ചേട്ടന്റെ ലൈഫിൽ അങ്ങ് അച്ചട്ടായി പോയി എഴുതി വെച്ചത് അറം പറ്റുക എന്ന് പറയില്ല അത്. എനിവേ നല്ല രസമായിരുന്നു രണ്ടുപേരോട് സംസാരിച്ചിരിക്കുക. ഞാൻ ഒരു വലിയ ചേട്ടനോടും ചേച്ചിയോടും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കുറെ ഉപദേശമൊക്കെ ഇൻഡിപെൻഡന്റ് ലൈഫ് വേണമെന്നൊക്കെ പറഞ്ഞു തന്നവരുണ്ടായിരുന്നു. ഇൻഡിപെൻഡന്റ് ലൈഫ് ആണല്ലോ അല്ലേ, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കല്ലേ. ജീവിക്കുകയാണ് ചേട്ടാ, എന്ത് ചെയ്യാൻ പറ്റും. ഓ അതൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുകയാണെങ്കിൽ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. ഞാൻ അത് ചേച്ചിക്ക് ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്, ഇത്രയും കൂടെ മലയാളം പറയില്ല എന്നാണ് ഞാൻ മുംബൈയിൽ നിന്ന് വന്ന പ്രൊഡക്ഷൻ ഡിസൈനർ എന്നൊക്കെ ഓർത്തത്. വന്ന സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പൊ That time nothing. I used to just sit in one corner. I used to not understand anything. ഈവൻ അറ്റ് ദ ടൈം ഓഫ് ഹൃദയം. Hridayam also. I think recently I think Avesham I learnt a lot. അവിടെ നിന്നാണ് മലയാളം നന്നായിട്ട് പഠിച്ചത് അല്ലേ? ഓക്കെ. So Avesham is like They all talk in Malayalam. Yeah. So not like that. They were talking to me in English also. Only. I mean, but other people like on the set and all. അവര് മലയാളം പറയുന്നത് എന്റെ ചേച്ചി മലയാളം പഠിച്ചത്. I don't have any other option. I have to learn Malayalam. വേറെ വഴിയില്ല. ബാക്കി വർക്കേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കണ്ടേ. അങ്ങനെ പഠിച്ചു വെക്കുന്നത്. അപ്പം എന്തായാലും ഇറ്റ് വാസ് സോ മച്ച് ഫൺ ടോക്കിംഗ് ടു യു. Same here. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമുക്ക് ഇനി അടുത്ത മാസം വേറെ ഇന്റർവ്യൂ ആണ്. അതെ, ഇനി ടെർബോയുടെ പടം ഇറങ്ങിയതിന് ശേഷം അതിന്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. കാണാം. ഓക്കെ, അതുവരെ സന്ധ്യയ്ക്ക് വരെങ്കിൽ വണക്കം. Thank you.